ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് കർണാടകത്തിലെ ദക്ഷിണ കന്നഡ ജില്ലയിലുള്ള വിറ്റ്ല എന്ന് പറയുന്ന സ്ഥലത്തെ ഗ്രാമപ്രദേശത്താണ്. ഈ സ്ഥലത്തുനിന്ന് ഞാനൊരു ലൈവ് വീഡിയോ ഇട്ടിരുന്നു. പക്ഷേ അന്നേരം ഭയങ്കര നെറ്റ്വർക്ക് വീക്കായതുകൊണ്ട് ആ ലൈവ് വീഡിയോയ്ക്ക് ഒരു ക്വാളിറ്റിയും ഇല്ല. എനിക്ക് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് കാണിച്ചു തരാനും പറ്റിയില്ല. അതുകൊണ്ട് ആ വീഡിയോ ഞാൻ ഒന്നുകൂടെ ഷൂട്ട് ചെയ്യുകയാണ്. എനിക്ക് ഇവിടുത്തെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. വീഡിയോ കാണുക. ഇവിടുത്തെ റോഡുകളൊക്കെ ഇപ്പോഴും പഴയ മഡ് റോഡുകളാണ്. എന്നാലും ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഇടയ്ക്ക് ചില വീടുകളുണ്ടാവും, ബാക്കി മൊത്തം വിശാലമായ കൃഷി പ്രദേശങ്ങളാണ്. നോക്കൂ, ഈ അടക്കാത്തോട്ടം ഇതാണ് എനിക്ക് കാണിക്കാനുണ്ടായിരുന്നത്. വളരെ എന്താ പറയുക, സിസ്റ്റമാറ്റിക്കായി അടക്ക കൃഷി ചെയ്യുന്നത് ഞാനിവിടെ കണ്ടു. നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു അടക്ക കൃഷി കണ്ടിട്ടില്ല. കാസർഗോഡ് ജില്ലയിൽ ഉണ്ട്. അതല്ലാതെ ഞാൻ മറ്റിടത്തും ഇത്ര നന്നായിട്ട് അടക്ക കൃഷി ചെയ്യുന്നത് കണ്ടിട്ടില്ല. നല്ലൊരു തോട്, നല്ലൊരു ഫലഭൂയിഷ്ടമായൊരു സ്ഥലമാണ്. ഒരുപാട് കുഞ്ഞു ചെടികൾ. ഇതാണ് ഞാൻ പറഞ്ഞത് അടക്കാത്തോട്ടം. അത് അവർ പ്ലാന്റ് ചെയ്തിരിക്കുന്നതാണ്. അതിൽ വലിയ കുഴികളൊക്കെ കുത്തി നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ വലിയ കുഴിയും ഒക്കെ കുത്തി കൃത്യമായ വളവും ജൈവവളവും എല്ലാം ഇട്ട് കൊടുത്തുകൊണ്ട് ഉണ്ടായിരിക്കുന്ന തൈകളാണ്. ഇൻട്രസി മംഗളയും അങ്ങനെയുള്ള തൈകളാണ്. അത് ഈ വിറ്റ്ലയിലാണ് ഈ CPCRI ഉള്ളത്. ഈ പ്ലാന്റേഷൻ്റെ ഒരു കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ്. അവിടെ നിന്ന് നമുക്ക് നല്ല തൈകൾ കിട്ടും. അതല്ലാതെയും നമുക്ക് ഒരുപാട് തൈകൾ കിട്ടും. അപ്പോൾ നമ്മളെ നാട്ടിലുള്ള ആളുകൾ ആണ് കൃഷി നഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് നിർത്തിയത്. പക്ഷേ കർണാടകത്തിലൊന്നുള്ള ആളുകൾ കൃഷി നിർത്തിയിട്ടില്ല. അവരിപ്പോഴും നല്ല രീതിയിൽ കൃഷി ചെയ്ത് പോകുന്നുണ്ട്. അവർക്ക് വലിയ നഷ്ടവും ഇല്ല. കാരണം അടയ്ക്കയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രോപ്പാണ്. കാരണം ചോക്ലേറ്റ് ഇൻഡസ്ട്രിയിലേക്ക് വേണ്ടിയിട്ടാണ് അടക്ക ഉപയോഗിക്കുന്നത്. ഈ ഒരു അടക്കാത്തോട്ടത്തിൻ്റെ വിശേഷമാണ് എനിക്ക് സത്യത്തിൽ നിങ്ങളോട് പറയാനുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ മോർണിംഗ് വാക്ക് ഞാനിവിടെ ഷൂട്ട് ചെയ്യുകയാണ്. കാരണം കൃഷി ഒരിക്കലും നഷ്ടമല്ല. കാരണം കൃഷി ഇല്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണമായാലും, നമ്മളെന്ത് പണക്കാരനായിക്കോട്ടെ, നമുക്ക് ഭക്ഷണം വേണ്ടേ, അല്ലെ നമുക്ക് മറ്റ് സാധനങ്ങൾ വേണ്ടേ, ഇതൊക്കെ കൃഷിയിലൂടെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഇവരുടെ ജീവിതം മാതൃകയാക്കി എടുത്ത് നമ്മൾ കൃഷിയിലേക്ക്, നമുക്ക് ഉള്ള ഭൂമി നമ്മൾ ഇത് കണ്ടു, ഒരു വീട്, അവിടെ തൊട്ടടുത്ത് അങ്ങനെ മൊത്തം അടക്കാത്തോട്ടമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഏതാണോ ക്രോപ്പ് ഉള്ളത്, ഏതാണോ കാർഷിക വിഭവം ഉള്ളത്, അതിനെ നമ്മൾ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് കൃഷി ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. നമ്മൾ ആ കൃഷി ഉപേക്ഷിച്ച മലയാളികളാണ് പൊതുവെ കൃഷി ഉപേക്ഷിച്ച് കണ്ടിട്ടുള്ളത്. തമിഴ്നാട്ടുകാരോ കർണാടകക്കാരോ ഒന്നും തന്നെ ഇപ്പോഴും കൃഷി വിട്ടിട്ടില്ല. കണ്ടില്ലേ, ഇത് ഒരു വീട്ടിൽ ഞാൻ നടക്കുമ്പോൾ കണ്ടതാണ്. ഇളവൻ കുമ്പളങ്ങയൊക്കെ ഇങ്ങനെ കായ്ച്ച് ഇരിക്കുകയാണ്. വഴിയോര കാഴ്ചകളാണ്. അധികം ചെടികളൊന്നും ഇതിൽ ഞാൻ വീഡിയോ പരിചയപ്പെടുന്നില്ല. എന്നാലും ഇത് മേന്തോന്നി എന്ന് പറയുന്ന ചെടിയാണ്. കണ്ടാൽ നല്ല ഭംഗിയാണ്, എന്നാലും വിഷമുള്ള ഒരു ചെടിയാണ്. കാന്താരി ചെടികളും ഒക്കെ ഉണ്ട്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. പറയാനുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു. നമ്മളെ കൊണ്ടാവുന്ന കുഞ്ഞു കൃഷികൾ നമ്മൾ ചെയ്യുക. ബായ്.